നിവിൻ പോളി അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു പെർഫോമൻസ്. അതുപോലെ ധ്യാൻ ചേട്ടൻ പ്രണവ് കിടലിലാണ്, കല്യാണി, അതുകൊണ്ട് ഒരുപാട് സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ്. കുറേ പേരുടെ ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണുന്ന ഒരു പടമാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളി, ഫസ്റ്റ് ഹാഫ് അടിപൊളി. എനിക്ക് വിനീതേട്ടനാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആണ്. ഇപ്പോൾ കോസ്റ്റ്യൂം വൈസ് വിനീതേട്ടൻ്റെ സിനിമ ഇതുവരെ ഇങ്ങനെ ഒരു കളത്തോടുള്ള സിനിമ കണ്ടിട്ടില്ല. അതിലൊരു ഫ്രഷ്നസ് കൊണ്ടുവരുന്നത് കഥയിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുപാട് പുതിയ കാര്യങ്ങളുള്ള സിനിമയായിട്ട് തോന്നി. അടിപൊളി. എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ഒരു 1 ടൈം വാച്ചബിൾ മൂവി. പിന്നെ ശ്രീനിവാസൻ്റെ ബാക്കി പടങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ അതിന് കുറച്ചുകൂടി താഴെയാണ്. ഒരു മ്യൂസിക്കും പിന്നെ ബാക്കി ടെക്നിക്കൽ സൈഡെല്ലാം വെച്ച് പടം കുറച്ചുകൂടി ഒരു ഹൈ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ പടം ഇപ്പോഴും ഡൗൺ തന്നെയാണ്. തീരെ മോശമല്ല, ബട്ട് ഒരു 1 ടൈം വാച്ചബിൾ. അതാണ് പ്രശ്നം പറ്റിയത്. ഇവർ റീയൂണിയനായിട്ട് പ്ലാൻ ചെയ്തൊരു ഫിലിമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ ക്യാരക്ടർ ധ്യാൻ ഉണ്ടാവും. നമ്മുടെ റോളിലേക്ക് ഫസ്റ്റ് ഹാഫ് അവർ വന്നതായോ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അവരവിടെയൊക്കെ മിസ്സായി പോകും. അവരുടെ ആ ലൈഫ് നമുക്ക് തീരെ കണക്ട് ആവുന്നില്ല. പകരം വേറെ പല ക്യാരക്ടേഴ്സിലേക്കും ഈ കഥ ഫോക്കസ് ആയി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. മിഡിൽ പാർട്ട് തൊട്ട് നല്ല ഇമോഷണൽ കോമഡി റിലേറ്റ് ചെയ്യാം, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാം. ധ്യാൻ്റെ ഒക്കെ അഭിനയം നല്ല, നിവിൻപോളി ഭയങ്കര കോമഡിയാണ്. പുള്ളിയുടെ എൻട്രൻസ് ഭയങ്കര നമുക്കിങ്ങനെ ഭയങ്കര റിലേറ്റ് ചെയ്യും. പക്ഷെ നിവിൻപോളി നമ്മളെന്നും കാണുന്നതാണല്ലോ. പുള്ളിക്കാരൻ്റെ ഇച്ചിരി കൂടെ കോമഡി ടൈപ്പാണ് ഇതിനകത്ത് കാണുന്നത്. ഭയങ്കര രസം. പുള്ളിക്കാരൻ വരുന്ന സീൻ മൊത്തം കോമഡി. ഇന്റർവ്യൂ ഞാൻ കൊണ്ടുപോയി, സിനിമ ഞാൻ കൊണ്ടുപോയോ? ഭയങ്കര കൈയടിയായിരുന്നു ലാസ്റ്റ്. എനിക്ക് ഞങ്ങള് അതിനകത്ത് ഒരു സിനിമയാണല്ലോ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് കൈയടിക്കുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് കൈയടിച്ച് പോകും. അത്ര ഒരു ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആരാണ് അടിപൊളിയായത്? ഒത്തിരി കാസ്റ്റ് ഉണ്ടല്ലോ സിനിമയിൽ. എല്ലാവരും അടിപൊളിയാണ്. എല്ലാവർക്കും അതേതായ ഒരു ഇതുണ്ട് അവർക്ക്. ക്യാരക്ടറിന്റെ ഒരു ഡേയ്സിലൊക്കെ വെറുതെ കോമഡി അടിച്ചോണ്ടേ ഇരിക്കുക. പഴയ ദാസന വിജയനെ പോകുമ്പോ ലാസ്റ്റ് അത് കാണുന്നു. അടിപൊളി പോയി. സിനിമയുടെ അട്രാക്ട് ഇതുപോലെ തന്നെ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഹൃദയത്തെക്കാൾ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടം. എല്ലാവരും വന്ന് കാണാം. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ്. എല്ലാവരും നല്ല പടം. അടിപൊളി തകർത്ത് ഫസ്റ്റ് ഹാഫ് ക്ലാസ് പ്രണവും നിവിൻപോളി ആറാടി. നിവിൻപോളിയുടെ കമ്പാക്റ്റാണ്. നിവിൻപോളി സിദ്ധമായി തിരിച്ചു പ്രണവിനെ കണ്ടീന ആരായിട്ട് പെർഫോമൻസാണ്. രണ്ടുപേരും കണ്ടീന ശ്രീനിവാസും പോലാണ്. ശ്രീനിവാസൻ മാച്ച് തന്നെയാണ് പറയാൻ. തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വിനീത് ശ്രീനിവാസൻ താങ്ക് യു. നല്ലൊരു മൂവിയാണ്. സെക്കൻഡ്ലി പ്രണവ് അടിപൊളിയായി ചെയ്തു. ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്, യങ് ഏജ് ടു ഓൾഡ് ഏജ്. പുള്ളി സൂപ്പർബായിരുന്നു. പിന്നെ തേർഡ്ലി ഈ സിനിമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ധ്യാൻ്റെ പെർഫോമൻസ്. ആസ് എ ഇൻ്റർവ്യൂ സ്റ്റാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ മെറ്റീരിയലായിട്ട് നമുക്ക് ധ്യാനം. പക്ഷെ ഒരു ആക്ടറിൻ്റെ രീതിയിൽ അധികം അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് ആക്ച്വലി പുള്ളി ഈസി ആയി തെളിയിച്ചു. വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അടുത്ത് എഫേർട്ട് മോശമാണ്. ഫോർത്തിലി സെക്കൻഡ് ഹാഫിൽ ഒരു സാധനം വരുന്നുണ്ട്. നിവിൻ പോളി പൊളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആ പാട്ട് നമ്മളോട് കേട്ടാണ് അത് വെച്ചൊരു വരവുണ്ട്. പിന്നീട് അങ്ങോട്ട് അത്രയും നേരം പടം ഒരു ഇമോഷണൽ മൂവി അല്ലെങ്കിൽ അതോടുകൂടി പടം ഒരു കോമഡി എൻ്റർടൈനായി മാറും. സൂപ്പറായിട്ട് നിവിൻ്റെ ഒത്തിരി പേര് ട്രോളുന്നുണ്ട്. സെൽഫ് ട്രോളിങ് വിനീത് ശ്രീനിവാസൻ തന്നെ ട്രോളുന്നുണ്ട്, പ്രണവിനെ ട്രോളുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. സിനിമയെ തന്നെ സിനിമ പറയുന്ന മൂവിയാണ്. എന്തായാലും എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. മനസ്സെന്ന് പറഞ്ഞു കുറേ ചിരിക്കാനുണ്ട്, കുറേ തമാശസ് ഉണ്ട്, കുറേ സെറ്റ് സീൻസ് ഉണ്ട്. എല്ലാം നന്നായി വർക്കുണ്ടായി. അതിൽ പടം അടിപൊളിയാണ്. ഉണ്ട്.
ഇത് ഇവരെ തമ്മിലുള്ള പഴയ ഡയലോഗ്സ് ലാലേട്ടൻ ഡയലോഗ്സ് ഒക്കെ ഇവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. നല്ല നമുക്കൊരു ആ ഒരു പഴയ വൈബ് ലാലേട്ടൻ ആൻഡ് ശ്രീനിവാസൻ വൈബ് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് പഴയ 2-3 ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തതാണ്. സോ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കൂട്ടായ്മയുടെ ഇതാണ്. വെരി ഹാപ്പി. നല്ല സിനിമയാണ് ചേട്ടാ, പോയി കാണും. വിനീത് ശ്രീനിവാസിന്റെ കൂടെ 2 പടങ്ങൾ ചെയ്തു, രണ്ടും നല്ല റോൾ ചെയ്തു, രണ്ടും ബമ്പർ ഹിറ്റുകളാണ്. അതെ, തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം വിനീതേട്ടൻ നമ്മളെ വിളിച്ച് സെൽവാന്നൊരു കഥാപാത്രം തരുമ്പോൾ ഓക്കെ ഇതിന് മുകളിൽ എന്തായാലും ഇനിയൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ലായിരിക്കും, ആഗ്രഹം ഉണ്ട്. എന്നാലും വിനീതേട്ടൻ വീണ്ടും വിളിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വീണ്ടും വിളിച്ചിട്ട് സെൽവയെ പോലെ അല്ല, വേറൊരു കഥാപാത്രം ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ സെൽവ ഇതിൽ ഇന്ദ്ര എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേറൊരു ഷെയ്ഡാണ് ഈ കഥാപാത്രത്തിന്. പക്ഷെ എന്നിരുന്നാലും ആ കഥയ്ക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വീണ്ടും ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിന് വിനീതേട്ടന് വലിയൊരു നന്ദി മാത്രമാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിൽ പരം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ സിനിമ വർക്കാവുന്നു എന്നുള്ളതാണ്. എല്ലാവരും സിനിമ കൈയടിച്ച് കാണുന്നു, ചിരിക്കുന്നു, ചെറുതായിട്ടൊന്ന് കരയുന്നു. അപ്പം അവസാനം ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഫുൾ എന്താ പറയുക ഹോൾ ഹാർട്ടഡ് ഫീലിങ്ങോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അത് വിനീതേട്ടൻ സിനിമയാകുമ്പോൾ അതിൽ ഇരട്ടി മധുരവും ഇരട്ടി സന്തോഷവും. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ മലയാള സിനിമയിലെ യുവനിരങ്ങൾ മൊത്തം അണിനിരുന്ന ഒരു സിനിമയാണ്. സോ അവരോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പ്രണവ് മോഹൻലാലിനോടൊപ്പം എക്സ്പീരിയൻസ് അതെ, അപ്പുവിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയതാണ് വലിയൊരു സന്തോഷം. ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ തന്നെ ഞാനും അപ്പുവും ഒരുമിച്ച് കടപ്പുറത്ത് ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറയുമായിരുന്നു അരുണും സെൽവയും ഇരിക്കുന്ന പോലെ തന്നെയാണ് മുരളിയും ഇന്ദ്രയും ഇരിക്കുന്നത്. അപ്പോൾ വിനീതേട്ടൻ അതിങ്ങനെ ക്യാമറ വെച്ചിട്ട് നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അരുൺ സെൽവ ആ ഓർമ്മ. അപ്പം അപ്പുവും അത് തന്നെ പറഞ്ഞു. കാരണം അപ്പു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്ന് അഭിനയിക്കുന്നത് ആ സിനിമയിൽ. നമ്മൾ വേറെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ അപ്പുവിന് ഭയങ്കര ഒരു എന്താണ് ഇമോഷണൽ ഡേ ആയിരുന്നു അന്ന് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പുവായിട്ടും ധ്യാനുമായിട്ടും ഇപ്പം വർഷങ്ങൾക്ക് അതിനുശേഷം ഇപ്പോൾ ഒരു 3 പടം ഒരുമിച്ച് ഞങ്ങൾ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഇവരുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു കംറാഡറിയും ഇതൊരു വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സ് അല്ല, വിനീത് ശ്രീനിവാസൻ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നാണ് വിനീതേട്ടൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇമോഷണൽ ആയാലും സെക്കൻഡ് ഹാഫിൽ ഇതുപോലെ അടിപൊളിയായിട്ട് അല്ല ഞങ്ങൾ ഇതിൽ ചെറിയ പാർട്ട് മാത്രമാണ്. പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് ഡിഫറെൻറ്റ് ഇതിൻ്റെ ഡിഫറെൻറ്റ് വേൾഡ് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ്. എല്ലാം പറയുന്നത് എല്ലാം കൊണ്ടും ഭയങ്കര ഞാനും പ്രണവും വന്നവരെല്ലാം അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ബെസ്റ്റ് പെർഫോമൻസ് കണ്ടേ. ആൻഡ് ഇമോഷണലി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വാല്യൂ എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫ് ഓൾസോ എവറിത്തിങ് ഇസ് ടോട്ടലി വെന്റ്. വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ஒரு எமோஷனல் அதே மாதிரி ஃபன் மூமெண்ட் ஆகிட்டு நிறைய சீன்ஸ் உண்டு. மூவியில் யாருடைய ஆக்டிங் வந்துட்டு ஆக்சுவலி ഞാൻ തമിഴാണ്. ഈ മൂവിയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിൽ ബാസിൽ ജോസഫ് നിവിൻ പോളി പൊളിച്ചിരുന്നു. പ്രണവ് മോഹൻലാലുടെ ആക്ടിങ് ഇതിൽ വളരെ നന്നായിട്ടിരുന്നു. அந்த കണക്ട് കാണുമ്പോൾ ഡെഫിനറ്റായിട്ട് എല്ലാവർക്കും അത് എമോഷണൽ ഫീൽ ചെയ്യാൻ പറ്റും. സോ കണ്ടിപ്പായിട്ട് എല്ലാവരും ഉറപ്പായിട്ട് ഈ മൂവി കാണാൻ ഇവിടെ വരണം. സോ എല്ലാവരുടെ ലൈഫിലും സിനിമക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്ന എല്ലാവർക്കും ഈ മൂവി ഡെഫിനറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു മൂവി ഫീൽ ഗുഡ് മൂവിയാണിത്. സോ വർഷങ്ങൾക്ക് ശേഷം ഡെഫിനറ്റായിട്ട് ഇത് ഈ ഇയറിലെ ഒരു നല്ല ഒരു മൂവി ആയിട്ട്. സോ എല്ലാവരും ഈ മൂവിക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.